നെയ്യിലൊക്കെ കിടന്നും വരണ്ട് മസാലയൊക്കെ പിടിച്ച് നോക്ക്, നല്ല കാരമലൈസ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അടി സക്കേ ഇതാ സോഫ്റ്റ് ഐസ്ക്രീം തിന്ന പോലെ ഉണ്ട്. നല്ല മട്ടൻ ബിരിയാണിയുടെ പാകത്തിന് വെന്ത ദമ്മിൽ വെന്ത റൈസ് ഇങ്ങനെ ഇട്ട് കുഴച്ച് പോലെയായ മട്ടൻ്റെ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ ഒതുക്കുകയും ഇത്രയും ടേസ്റ്റ് ഉണ്ട്. ഒരു വഴട്ടലും പിടിക്കലും ഇല്ലാതെ ഏറ്റവും എളുപ്പത്തില് മീനും മാത്രം നമ്മൾ ഉണ്ടാക്കിയ ഇഡിലൻ മട്ടന്റെ മുഴുവൻ കാലിട്ട് വേവിച്ച ബിരിയാണി. അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്? വഴട്ടുണ്ടാത്ത പിടിക്കണ്ടാത്ത ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർത്ത് രുചിയുടെ മുകളങ്ങളെ ഇങ്ങനെ ഉയർത്താൻ പറ്റുന്ന ഒരു മട്ടന്റെ മുഴുവൻ കാല് വെച്ചിട്ടുള്ള ഈസി ബിരിയാണി. അപ്പൊ എങ്ങനെയാ നോക്കുമല്ലേ? ഞാനിത് നമ്മുടെ കുക്കറിൽ കൊള്ളാൻ പാകത്തിന് ഞാൻ മട്ടന്റെ മുട്ടൻ കാല് മുറിച്ച് രണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഇതെന്താണ് അന്നമ്മേ കാല് മാത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ കിടക്കുന്നുണ്ടല്ലോ, അതെന്താ ഉത്തമ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും കൂടെ പിച്ചിപ്പറിക്കും അല്ലേ. അപ്പൊ ചിലർക്ക് കിട്ടാതെ ആവൂ എന്നുള്ളൊരു എന്താ പറയുക ഭയങ്കര ഒരു ടെൻഷനിലാണ്. ഞാൻ 1 കിലോ മട്ടനും കൂടെ എല്ലോടെയുള്ള മട്ടനും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ അതാ ഞാൻ ഇട്ടു. ഇനി മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നേരെ കുക്കറിലേക്കാണ് ഞാൻ ഇടുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ്. 10-15 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക്. സത്യത്തിൽ എൻ്റെ ഈ റെസിപ്പിയിൽ തക്കാളി വേണ്ട, പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്കൊരു ഫീൽ അയ്യോ പുളി ശരിയാകുമോ എന്നുള്ളൊരു ഫീലിൽ ഞാൻ 2 തക്കാളി ഇടുകയാണ്. അത് അപ് ടു യു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ വേണ്ട. മല്ലിയില നാരങ്ങ 2 ടേബിൾ സ്പൂണ് ഒഴിക്കാൻ പോവാം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് ഒരു 250 മില്ലിയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പൊടികളെല്ലാം ഇടണം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, സാധാരണ മുളക് പൊടി അത് 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ജീരകപ്പൊടി മട്ടൻ കുക്ക് ചെയ്യുമ്പോൾ സാധാരണ ജീരകം ഇടണം, മഞ്ഞൾപ്പൊടി ടീസ്പൂൺ, നമ്മുടെ ബിരിയാണി മസാലപ്പൊടി 2 വലിയ ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടു. മുഴുവൻ മസാലയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണം. ഒരു 7 ഏലക്ക, 7-8 ഗ്രാമ്പൂ, ജാതിപത്രി 1 പീസ്, 4 ജാതിക്കയുടെ കുരു, കുറച്ച് മുഴുവൻ ജീരകം, 3 ബേ ലീഫ്, കുറച്ച് പട്ട, 2 തക്കോലം. ഇനി വേണ്ടത് നെയ്ത ഇടാൻ പോവാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകണം. നന്നായിട്ട് ഇളക്കി മറിച്ച് തിരുമ്മി പിടിപ്പിക്കണം. ഒരു 1/4 വേവ് കഴിയണ വരെ നമുക്ക് വെന്തെടുക്കണം. അത് നിങ്ങളുടെ മട്ടന്റെ മൂപ്പ് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 2-3 അടി അടിച്ച് വിസിലടിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് 1/4 വേവ് ആണെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ 2 വേവും കൂടെ ആക്കാം. അപ്പൊ നമ്മളിത് അടച്ച് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ 5-6 വലിയ സവോള ഉണ്ടല്ലോ, അത് നല്ല നെയ്യിലങ്ങട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂപ്പിക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു ടിപ്പ്, നമ്മൾ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടില്ലേ അതിലേക്ക് തണുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വേറെ വേറെ കിടക്കും. അതേ എണ്ണയിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തിങ്ങോട്ട് കോരിയെടുക്കാൻ പോവാണേ. അരമണിക്കൂറല്ല 3/4 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്കിത് കത്തിച്ച് വെക്കാം. മുഴുവൻ തീയിലൊരു വിസിൽ, പിന്നെ ചെറിയ തീയിലൊരു 3 വിസിൽ. ഇതാ എയറൊക്കെ പോയി തുറന്നു നോക്കുകയാണ്. നല്ല വെന്ത് സെറ്റായി. ദം ചെയ്യാനുള്ള പാത്രത്തിന്റെ അടിയിലേക്ക് നെയ്യ് പരട്ടുവാണ് കേട്ടോ. വെന്ത മട്ടനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഈ ഗ്രേവിയിൽ വേണം അരി വേവിക്കാൻ. ഈ ഗ്രേവിയുടെ മുകളിൽ നെയ്യ് കിടക്കും കണ്ടോ. നെയ്യ് മാത്രം നമ്മളിങ്ങനെ കോരിയെടുക്കണം. അപ്പൊ 7.5 ഗ്ലാസ് വെള്ളം വേണം. അപ്പൊ ഞാൻ 3.5 ഗ്ലാസ് നമ്മുടെ ഈ മസാല എടുക്കണം. ഇനി 4.5 ഗ്ലാസ് പച്ചവെള്ളം. അപ്പൊ തീ കത്തിച്ചു. മുഴുവൻ മസാലകൾ ഇടുകയാണ്. ബേ ലീഫ് 3 ഇട്ടു, പട്ട ഒരു 3 ഇട്ടു, ഗ്രാമ്പു ഒരു 4-5 ഇട്ടു, തക്കോല അല്ലെങ്കിൽ സ്റ്റാർ നൈസ് ഒരു 3 ഇട്ടു, നമ്മുടെ സാജീരകം 1/4 ടീസ്പൂൺ ഇട്ടു, ഏലയ്ക്ക് ഒരു 7 ഇട്ടു, കുരുമുളക് 1-2 ടീസ്പൂൺ. മസാലകൾ ഇത്രയും മതി. റൈസ് വേവിക്കാനായിട്ട് വെച്ചു. ഒരല്പം ഗ്രേവി ഉണ്ട് കേട്ടോ, ഒരു തുണ്ട് ഗ്രേവി. ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഒരു അല്പം പോലെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, കാര്യം മറക്കരുത്. ഒരു തുണ്ട് വെള്ളം ഇല്ലാത്ത രീതിയിൽ ഈ മട്ടൻ വറ്റി വരണം. വറ്റും, ഇപ്പൊ തന്നെ വറ്റും. വറ്റുന്ന സമയം കൊണ്ട് നമ്മുടെ ബിസ്ത ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ അതിലേക്ക് ഇടുകയാണ്. അതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇനി നമുക്ക് നാരങ്ങാനീര് വേണം. ഞാനിവിടെ മട്ടൺ ഓഫ് ചെയ്തു കേട്ടോ. മട്ടൻ്റെ എല്ലാ സെറ്റായി എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ്, ഒരടപ്പ്. അതിൽ കൂടുതൽ പാടില്ല. അപ്പോൾ ഏകദേശം ഒരു 1.25 കിലോ കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് റോസ് ബ്രാൻഡിന്റെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്ക്ക് ഒരു 1.25 ഗ്ലാസ് എന്നുള്ള രീതിയിൽ നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. അടച്ചു വെച്ച് വറ്റിക്കട്ടെ. ചോറൊന്ന് തുറന്ന് നോക്കുവാണെങ്കിൽ ആവിയൊക്കെ വന്ന് നല്ല സെറ്റായി. 1/4 വെന്താൽ മതി കേട്ടോ. കറക്റ്റാണ്. വേഗം മാറ്റട്ടെ. ദം ചെയ്യാൻ വേണ്ടിയിട്ട് തട്ട് വെച്ചു, മട്ടൻ വെച്ചു. ഇനി നമുക്ക് റൈസ് കോരിയിടണേ. വേർപെടുത്തി ഇതെങ്ങനെ വേണം ഇടാൻ. ഇനി നമ്മൾ നമ്മുടെ മല്ലിയില പുതിനയില ഇട്ടു. ഇനി നമ്മൾ ബിസ്ത കണ്ടോ, ഇത്രയും നേരം ഇരുന്നിട്ടും ഇതൊന്നും സംഭവിച്ചില്ല. അപ്പൊ അതേ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വെതറി ഇട്ടു. ഇനി വേണ്ടത് നമ്മൾ ഇതേ മാറ്റി വെച്ച നെയ്യ് ഉണ്ടല്ലോ, അത് മുകളിലുണ്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതാ ഇങ്ങനെ ഒഴിക്കുകയാണ്. അടച്ചു. അപ്പൊ ഒരു വെയിറ്റ് നമുക്ക് എന്തെങ്കിലും വെക്കണം. ബിരിയാണി ഉണ്ടാക്കുന്ന ചട്ടി ബിരിയാണി ചെമ്പിന് മുകളിൽ വെച്ചു. ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, പിന്നെ ഒരു 17 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അപ്പൊ അതാ നമ്മളുടെ മട്ടൻ ബിരിയാണി ആയിട്ടോ. റൈസ് മാത്രം എടുത്ത് കുറച്ച് നിന്നോട്ടെ. കൊള്ളാട്ടോ, അടിപൊളി, കറക്റ്റ് പാകം. എരിവ് മസാലകളൊക്കെ സൂപ്പർ ആയിട്ട്. അപ്പൊ നമ്മുടെ മട്ടന്റെ കാലിന്റെ ബാക്കി പകുതി എവിടെയുണ്ട്. നെയ്യിലൊക്കെ കിടന്നും വരണ്ട് മസാലയൊക്കെ പിടിച്ച് നോക്ക്, നല്ല കാരമലൈസ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അടി സക്കേ
എടാ സോഫ്റ്റ് ഐസ്ക്രീം തിന്ന പോലെ ഉണ്ട്. ഇവിടെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. നല്ല മട്ടൻ ബിരിയാണിയുടെ പാകത്തിന് വെന്ത ദമ്മിൽ വെന്ത റൈസ് ഇങ്ങനെ ഇട്ട് കുഴച്ച് പോലെയായ നോക്കിക്കേ ചൂട് മട്ടൻ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ ഒതുക്കി. ഇത്രയും ടേസ്റ്റ് ഉണ്ട്. ഒരു വഴട്ടലും പിടിക്കലും ഇല്ലാതെ ഏറ്റവും എളുപ്പത്തില് മീനും മാത്രം നമ്മൾ ഉണ്ടാക്കിയ ഇഡിലൻ മട്ടന്റെ മുഴുവൻ കാലിട്ട് വേവിച്ച ബിരിയാണി. ഒന്നും പറയാനില്ല. പെർഫെക്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ്. അപ്പം ഒട്ടും മടിക്കണ്ട, നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം. അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരുന്ന വേണ്ട നിങ്ങളുടെ സ്വന്തം അന്നമ്മ.